നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 6 വ്യാഴം. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. ഉക്രൈൻ ഒരു പാഠമാണ്. രണ്ടാം ലോകയുദ്ധാനന്തരം യൂറോപ്പിലുണ്ടായ ഏറ്റവും വലിയ യുദ്ധമാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ളത്. 4ാം വർഷത്തിലേക്ക് കടന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അതിന് തിരികൊളുത്തിയവർ തന്നെ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. യുദ്ധം പ്രത്യക്ഷത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലാണെങ്കിലും ഉക്രൈൻ ഒരു മറ മാത്രമാണെന്നും പിന്നിൽ നാറ്റോ ആണെന്നും തുടക്കം മുതൽ വ്യക്തമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ അവസാന കാലത്ത് അമേരിക്ക നൽകിയ ഉറപ്പുകൾ ലംഘിച്ച് പാശ്ചാത്യ സൈനിക സഖ്യത്തിന്റെ സന്നാഹങ്ങളെ തങ്ങളുടെ അതിർത്തികളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത്. എന്നാൽ മാറിയ ലോക സാഹചര്യത്തിൽ, വിശേഷിച്ച് അമേരിക്കയിൽ ജോ ബൈഡൻ മാറി കച്ചവടക്കണ്ണേറിയ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയിരിക്കെ പാശ്ചാത്യ സഖ്യത്തിൽ വിള്ളലുണ്ടായിരിക്കുകയാണ്. ഉക്രൈന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നെന്ന് കാണിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം കടുപ്പിക്കുമ്പോൾ അമേരിക്ക റഷ്യയുമായി ബന്ധം മെച്ചപ്പെടുത്തുകയാണ്. നാറ്റോയ്ക്ക് വിജയം അസാധ്യമായിരിക്കെ അമേരിക്കയുടെ മുഖം രക്ഷിക്കാനാണ് ട്രംപിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായാണ് ഉക്രൈന്റെയോ യൂറോപ്യൻ കൂട്ടാളികളുടെയോ പ്രതിനിധികളെ വിളിക്കാതെ അമേരിക്ക റഷ്യയുമായി ചർച്ച നടത്തിയത്. ഫെബ്രുവരി 18-ന് റിയാദിൽ നടന്ന ചർച്ച തന്നെ അമേരിക്കയുടെ പരാജയ സമ്മതമാണ്. റഷ്യയുമായി ചർച്ചയില്ല എന്നായിരുന്നു മുൻ നിലപാട്. അമേരിക്കൻ ചുവടുമാറ്റത്തെ തുടർന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വാഷിംഗ്ടണിലെത്തി ട്രംപിനെ കണ്ടെങ്കിലും ബന്ധം വഷളാവുകയാണ് ചെയ്തത്. ഫെബ്രുവരി 28-ന് വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിന്ന് സെലൻസ്കിക്ക് അപമാനിതനായി ഇറങ്ങിപ്പോകേണ്ടി വന്നു. യുദ്ധത്തിൽ ചെലവഴിച്ച പണത്തിന് നഷ്ടപരിഹാരമായി ഉക്രൈന്റെ ധാതു സമ്പത്തിൽ ഗണ്യമായ പങ്ക് അമേരിക്കയ്ക്ക് നൽകണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പേ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്കയെ കൂടെ നിർത്താൻ ട്രംപ് ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ തയ്യാറായാണ് സെലൻസ്കി എത്തിയത്. പക്ഷേ വൈറ്റ് ഹൌസിൽ മാധ്യമ കണ്ണുകൾക്ക് മുന്നിൽ നടന്ന യോഗത്തിൽ ട്രംപ് മാത്രമല്ല US വൈസ് പ്രസിഡന്റ് JD വാൻസും പരസ്യമായി അപമാനിച്ചപ്പോൾ ഉദ്ദേശിച്ച കരാർ ഒപ്പിടാനാകാതെ നാണം കെട്ട് ഇറങ്ങിപ്പോകാൻ സെലൻസ്കി നിർബന്ധിതനാവുകയായിരുന്നു. തുടർന്ന് സെലൻസ്കിയുടെ മുഖം രക്ഷിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നാറ്റോ സഖ്യത്തിലെ നേതാക്കളുടെ യോഗം വിളിച്ചെങ്കിലും ഉക്രൈന് ആശ്വാസത്തിന് വകയില്ല. ഉക്രൈനെ സഹായിക്കാനുള്ള യൂറോപ്യൻ പദ്ധതി വിജയിക്കണമെങ്കിൽ അമേരിക്കൻ പിന്തുണ വേണമെന്ന് സ്റ്റാമർക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുകയാണ്. ട്രംപുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമാധാനം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാനും തയ്യാറാണെന്ന് സെലൻസ്കി എക്സിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഉക്രൈന്റെ പ്രകൃതി വിഭവങ്ങളും ധാതുക്കളും അമേരിക്കയ്ക്ക് അടിയറ വെച്ച് കരാർ ഒപ്പിടാൻ തയ്യാറാണെന്നും അറിയിച്ചു. യുദ്ധം നീളുമെന്ന് ഞായറാഴ്ച ലണ്ടൻ ചർച്ചയെ തുടർന്ന് സെലൻസ്കി പറഞ്ഞിരുന്നു. ഇതിനെ വിമർശിച്ച് ട്രംപ് അമേരിക്കൻ പിന്തുണയുള്ള കാലത്തോളം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് സെലൻസ്കി ആഗ്രഹിക്കുന്നില്ലെന്നും തുറന്നടിച്ചു. തുടർന്നാണ് ക്ഷമാപണ സ്വരത്തിൽ സെലൻസ്കി എക്സിൽ പ്രസ്താവന പോസ്റ്റ് ചെയ്തത്. ഉക്രൈന് നൽകിവന്ന എല്ലാ സൈനിക സഹായവും അമേരിക്ക നിർത്തിവച്ചിരിക്കുകയാണ്. സൈനികമായി ഇന്നും റഷ്യ തന്നെയാണ് അമേരിക്കയ്ക്ക് പ്രധാന ഭീഷണി. ആ സാഹചര്യത്തിലാണ് റഷ്യയെ സംഘർഷങ്ങളിൽ കുടുക്കി ദുർബലമാക്കാൻ ബൈഡനും യൂറോപ്യൻ കൂട്ടാളികളും നീക്കം ആരംഭിച്ചത്. ശീതയുദ്ധത്തിന്റെ അന്ത്യത്തോടെ നാറ്റോയും യഥാർത്ഥത്തിൽ അനാവശ്യമായതാണ്. എന്നാൽ പല ഘട്ടമായി നിരവധി രാജ്യങ്ങളെ ചേർത്ത് നാറ്റോയെ റഷ്യയുടെ അടുത്തേക്ക് വ്യാപിപ്പിക്കുകയാണ് അമേരിക്ക ചെയ്തത്. തന്ത്രപ്രധാന സ്ഥാനത്തുള്ള ഉക്രൈനെ കൂടി നാറ്റോയിൽ ചേർക്കാനുള്ള നീക്കങ്ങളാണ് റഷ്യയെ കടന്നാക്രമണത്തിന് നിർബന്ധിതമാക്കിയത്. അപ്പോഴും റഷ്യയെ സൈനികമായും സാമ്പത്തികമായും തകർക്കാം എന്നാണ് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ പ്രതീക്ഷിച്ചത്. അതിന്റെ ഭാഗമായി 24,000-ത്തിലധികം ഉപരോധങ്ങളാണ് റഷ്യക്കെതിരെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 10 ലക്ഷത്തോളം ആളുകളിൽ 80% ഉക്രൈൻമാരാണ് എന്നാണ് കണക്ക്. ക്രിമിയൻ ഉപദ്വീപടക്കം ഉക്രൈന്റെ 20%-തോളം പ്രദേശം റഷ്യൻ നിയന്ത്രണത്തിലായി. ഈ സാഹചര്യത്തിൽ തള്ളിവിട്ടവരും കൂട്ടിനില്ലാത്ത സെലൻസ്കിയുടെ സ്ഥിതി പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ താളത്തിന് തുള്ളുന്ന എല്ലാ ഭരണാധികാരികൾക്കും പാഠമാണ്. കോളനിവൽക്കരണം മുതൽ ഹിറ്റ്ലർ വരെ കഴിഞ്ഞ 500 വർഷത്തിനിടെ ലോകത്തുണ്ടായ എല്ലാ ദുരന്തങ്ങളുടെയും മൂശ യൂറോപ്പാണ് എന്ന റഷ്യൻ വിദേശമന്ത്രി സെർജി ലാവ്റോവിന്റെ പ്രസ്താവന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.